കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ വേറിട്ടൊരു മുഖം. എവിടെ ഒരില ഇളകിയാലും വാർത്താസമ്മേളനം വിളിച്ച് അഭിപ്രായം രേഖപ്പെടുത്തും. അല്ലെങ്കിൽ കിടക്കപ്പായലായാലും ഫേസ്ബുക്കിലൂടെ അഭിപ്രായം പറയും. ഈ ഒരു ആംബിയൻസ് നിലനിർത്തിക്കൊണ്ടുപോകാനേ. പിന്നെ മൂപ്പർക്കുള്ള ഒരു വീക്ക്നെസ്, മലയാളം അറിയാത്ത ഏത് നേതാവ് കേരളത്തിൽ വന്നാലും അവർ പറയുന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം. പണ്ട് മോദിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി കയ്യടി വാങ്ങിയതോടെ കുറച്ചു കാലം ഈ പരിഭാഷപ്പെടുത്തലിൻ്റെ അസ്കിത ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സുരേന്ദ്രജി പുതിയ പരീക്ഷണത്തിലാണ്. കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക്. കർണാടകയിലെ ബി.ജെ.പി. നേതാവ് നളീൻ കുമാർ കട്ടീലിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുരേന്ദ്രൻ. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നതാവേ. എന്ത് വഴി? ഏത് വഴി? അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. ദിസ് ഈസ് കന്നഡ. മേക്ക് ഇറ്റ് മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താന്ന് വെച്ചാൽ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ താത്തന്തു നമോവാകം താത്തന്തു സത്തന്തു പോയി പോയി പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ, നിനക്ക് കന്നഡ അറിയാമോ? ഏയ്, ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ, എന്താ സംഭവം? പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ? പിന്നല്ലാതെ. എടാ, ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാർ കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന് കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ അല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്തയുടെ പേഴ്സണാലിറ്റി മാറ്റുന്നു. ಸಿಲ್ಗುರಿಯಲ್ಲಿ ಇಳಿಯುವುದರ ಮುಖಾಂತರ ಅಲ್ಲಿರ್ತಕ್ಕಂಥ ಭಯೋತ್ಪಾದಕರಿಗೆ ಹೊಡೆತವನ್ನು ಹೊಡೆಯುವುದರ ಮುಖಾಂತರ ಒಂದೇ ಒಂದು ಭಾರತದ ಸೈನಿಕನಿಗೆ ಆಘಾತ ಆಗದೆ ವಾಪಸ್ ಬಂದು ವಿಜಯೋತ್ಸವವನ್ನು ಮಾಡಿರ್ತಕ್ಕಂಥ ಸರ್ಜಿಕಲ್ ಸ್ಟ್ರೈಕ್, ಮೊದಲ ಸರ್ಜಿಕಲ್ ಸ್ಟ್ರೈಕ್ ನರೇಂದ್ರ ಮೋದಿಯ ಕಾಲಘಟ್ಟದಲ್ಲಿ. इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचकः बलदेवानन्दसागरः. ಅಮೆರಿಕದಲ್ಲಿ ಒಂದು ಪರಿವರ್ತನೆ ಆಯಿತು. അമേരിക്കയിൽ ഒരു പരിവർത്തനം വന്നു. ಅಮೆರಿಕದಲ್ಲಿ ಜನರ ಕಲ್ಪನೆಗಳನ್ನ ಮೀರಿ ಅಲ್ಲಿಯ ಅಧ್ಯಕ್ಷನಾಗಿ ಟ್ರಂಪ್ ಆಯ್ಕೆಯಾದರು. അവിടെ അമേരിക്കയുടെ അധ്യക്ഷനായി ട്രംപ് വരില്ല എന്നുള്ളതായിരുന്നു ഒരു സാമാന്യമായിട്ടുള്ള പ്രതികരണം. എന്നാൽ അവിടെ ട്രംപ് അധികാരത്തിൽ വന്നു. ആ പരിവർത്തനീയ ഗാളിയ ಹಿಂದೆ ಇದ್ದದ್ದು ಭಾರತ. ആ പരിവർത്തനത്തിന്റെ കാറ്റിന്റെ തുടക്കം യഥാർത്ഥത്തിൽ ഭാരതത്തിൽ നിന്നായിരുന്നു. ಬಂಧುಗಳೇ, ಸ್ವಾತಂತ್ರ್ಯದ ನಂತರದ ದಿನಗಳಲ್ಲಿ ಈ ದೇಶದಲ್ಲಿ ಚುನಾವಣೆಗಳು ಬಂದಾಗ ಭಾರತದ ಪ್ರಧಾನಮಂತ್ರಿ ಅಭ್ಯರ್ಥಿಗಳು ಹೇಳ್ತಿದ್ದದ್ದು ಭಾರತವನ್ನ ಅಮೆರಿಕ ಮಾಡ್ತೇವೆ ಅಂತ. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഭാരതം അമേരിക്കയിലേക്ക് നോക്കിക്കൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ. ജഗತ್ತು ದಿಗ್ಭ್ರಮೆಗಳಾಯಿತು.
ലോകം അത്ഭുതത്തോടു കൂടിയാണ് ഇത് നോക്കിയത്. ಮೊತ್ತ ಮೊದಲ ಬಾರಿಗೆ ಅಮೆರಿಕದ ಚುನಾವಣೆಯಲ್ಲಿ ಅಮೆರಿಕದ ಅಧ್ಯಕ್ಷ ಅಭ್ಯರ್ಥಿಯಾಗಿರ್ತಕ್ಕಂಥ ಟ್ರಂಪ್ ಹೇಳಿದ್ರು, ಅಮೆರಿಕದ ಜನತೆ ನೀವು ನನಗೆ ಮತವನ್ನ ಹಾಕಿದ್ರೆ ಭಾರತದ ನರೇಂದ್ರ ಮೋದಿ ಅವರ ಸಬಕಾ ಸಾಥ್ ಸಬಕಾ ವಿಕಾಸವನ್ನ ಅಮೆರಿಕದಲ್ಲಿ ಮಾಡ್ತೇನೆ ಅಂತ ಹೇಳುವುದರ ಮುಖಾಂತರ ಅಮೆರಿಕದಲ್ಲಿ ಟ್ರಂಪ್ ಅಧ್ಯಕ್ಷರಾಗಿ ಆಯ್ಕೆಯಾದರು. എനിക്ക് വിശക്കടു 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. സംഗതി സുരേന്ദ്രൻ കാസർഗോഡ് പോയി മത്സരിക്കുന്നത് കൊണ്ട് കന്നഡയൊക്കെ അത്യാവശ്യം വശത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിഭാഷയ്ക്ക് ചാടി പുറപ്പെട്ടത്. പിന്നെ തെറ്റിയാൽ നമ്മുടെ നളീൻ കുമാറിന് നല്ല അസലായി മലയാളം അറിയാം. അതുകൊണ്ട് ഒരു ഒഴുക്കിന് വേണ്ടിയാണ് സുരേന്ദ്രൻ ഒന്നുകൂടി പരിഭാഷ നന്നായി പരിശീലിച്ചത്. പിന്നെ ഇതിൻ്റെ പേരിൽ 1 മിനിറ്റ് കൊണ്ട് നമ്മളെയൊന്നും ഉള്ളിലാക്കി ഭസ്മമാക്കി കളയല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്കാണ്. അത് കഴിയുമ്പോൾ സൈക്കിളിൽ പറന്നെത്താം.